ഒരാൾ മടിയൻ. അയാൾ എന്ത് ചെയ്തില്ല? നിസ്കരിച്ചില്ല. അയാൾക്ക് അള്ളാഹുവിൽ ബലിഷ്ടമായ വിശ്വാസമുണ്ട്, മുത്തനബിയിലും ബലിഷ്ടമായ വിശ്വാസമുണ്ട്, വിശ്വാസ കാര്യങ്ങളെല്ലാം അയാൾക്കുണ്ട്. പക്ഷെ അയാൾക്ക് മടിയനായതുകൊണ്ട് നിസ്കരിച്ചില്ല. ഇനി എന്താ അയാളെ മദ്ഹബ് എന്ന് പറയും? ഇനി അയാളെ പരലോകത്തെ അവസ്ഥ എന്ന് പറയും? അസല്ലാഹു അൻ യഗ്ഫിറ ലഹു, ഒരു പക്ഷേ അയാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കാം. ഇമ്മ അൻ യുഅദ്ദിബ, ചിലപ്പോൾ അയാളെ അല്ലാഹു തആല ശിക്ഷിക്കുകയും ചെയ്തേക്കാം. ലൈസ ബിഅദാബിൽ ഖുൽദി, എന്തല്ല ഖാലിദായ ശിക്ഷ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ബിഈമാനിഹി ബില്ലാഹി തആല ബിറസൂലിഹി, അല്ലാഹു റസൂലിനെ ആളെ എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചിട്ട്. അല്ലാഹു റസൂലിനെ കഴിഞ്ഞ് ഇനി വേറെ ഒന്നും വേണ്ട. എന്താ ഈ റസൂൽ വിശ്വാസം? റസൂൽ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കലാണ് റസൂലിൻ്റെ വിശ്വാസം. തിരിഞ്ഞിട്ടില്ല. റസൂൽ എല്ലാ അടിസ്ഥാന വിജ്ഞാനങ്ങളും ഒരു മനുഷ്യൻ ലഭിക്കുന്നത് നബിയിൽ നിന്നാണ്. അപ്പോൾ രക്ഷപ്പെടുകയേയില്ല അഹദുക്കും, ഒരാളും ബിഅമലിഹി, അവൻ്റെ അമലുണ്ട്. ഒരാൾ അമലോട് രക്ഷപ്പെടുന്നു. എന്തുകൊണ്ട്? അമൽ എന്തല്ല? അടിസ്ഥാനമല്ല. നിസ്കാരം അടിസ്ഥാന കാര്യമല്ല. മാപ്പിളാരിപ്പം മാറി. മാപ്പിളാർക്ക് അടിസ്ഥാന കാര്യം നിസ്കാരം. ഞാനീ പറഞ്ഞ മനസ്സിലാക്കണം. മുരീദിൽ വസ്ലി ലിൽ ഹഖ് ബിൽ ഹഖ് طويت عبادات العوالم كلها بحب رسول الله أحمد ذي الخلق طويت علوم العارفين بأسرها بشمي ري المصطفى صاحب الصدق طويت مديح المادحين جميعهم بعين اللهاء روح ذي الأمر والخلق ألا فاسقني وجهرا مدام محبة الأمين الذي يملي بعقلي فلم يبق رسول أمين أكرم الخلق كله لدى حضرة الرحمن ذي الرتق والفتق خليل جليل جميل كامل ومبشر نذير مطاع عند ذي الهدي والوفق إمام لرسل الله وهو ممدهم فقد فاق من قد جاء بالحق للخلق لعمدي فما عمدي علي بعيني لنعم المقفى هاديا وعلي الخلق دعني وابلاني محياه كلما تبدى سبانين والربق بالرق فما كاجبين الهاشمي محمدي وما كا محياه من الحسن والرفق. طويت علوم العارفين, എല്ലാ ആരിഫീങ്ങളുടെയും വിജ്ഞാനത്തെ ഞാൻ ചുരുട്ടിയിട്ടുണ്ട്. ബി അസ്രിയാവ, എല്ലാത്തിനെയും ചുരുട്ടിയിട്ടുണ്ട്. ബി ഷെമ്മിയ, ഒരു ആസ്വാദനം കൊണ്ട്. എന്തിനെ ആസ്വാദിക്കുന്നു? റയ്യൽ മുസ്തഫ, മുസ്തഫാ നബിയുടെ സുഗന്ധത്തെ, ഹബീബായ നബിയുടെ സുഗന്ധത്തെ ഞാൻ ആസ്വദിച്ചതോടുകൂടെ എല്ലാ ആരിഫീങ്ങളെ വിജ്ഞാനവും എൻ്റെ കൽബിൽ കയറിക്കൂടി. അപ്പൊ വിജ്ഞാനത്തിൻ്റെ സ്രോതസ് ഹബീബായ നബിയാണ്. എല്ലാ വിജ്ഞാനത്തിനും, എല്ലാ ശരിയായ ഹക്കായ വിജ്ഞാനത്തിൻ്റെയും സ്രോതസ് ഹബീബായ നബിയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് അറിയാത്തൊരറിവും ഉണ്ടാകൂല. എന്തും അയാൾക്കിനി അറിയാത്തൊരു അറിവ് ഉണ്ടാവൂല. എന്തും സയ്യിദി ഉമറുൽ ഫൂത്തി തങ്ങളെ മിസ്റുകാർ പരിശോധിച്ചു. വിജ്ഞാനം തോറ്റുപോയി. മിസ്റിലെ പണ്ഡിതന്മാർ മുഴുവനും കൂടിയിട്ടാണ് ഉമറുൽ ഫൂത്തി തങ്ങളെ വിജ്ഞാനത്തെ പരിശോധിച്ചിട്ട് തോറ്റ് വീണുപോയി, ഉണ്ടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ AD 19-ാം നൂറ്റാണ്ട് കണ്ടതിൽ ഏറ്റവും മഹാനായ പണ്ഡിതൻ ഉമറുൽ ഫൂത്തിയാണ്. അങ്ങനെയാണ് ഈ മനുഷ്യൻ ചെയ്ത നന്മകൾക്ക് കയ്യും കണക്കുകയില്ല. സയ്യിദ് ഉമറുൽ ഫൂത്തി, ഞാൻ പിന്നീട് അവരെക്കുറിച്ച് പറയാം. നമ്മളേതായാലും ഒരു ചരിത്രത്തിൻ്റെ ഒരു പങ്ക്തി, ഒരു ക്ലാസ് തുടങ്ങാൻ ആരംഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സഹായിച്ചാൽ.
അപ്പൊ ഉമർ ഫൂത്തി തങ്ങളെ ഒരു ദേശക്കാരായ മഹാപണ്ഡിതന്മാർ മുഴുവനും പരിശോധിച്ചിട്ട് അവര് വീണുപോയി, അവർക്ക് ആ മിണ്ടാൻ കഴിയാതെ. എന്താ കാരണം? അള്ളാഹുവിൻ്റെ റസൂൽ അലിഞ്ഞു പോയൊരു മനുഷ്യനാണ് ഉമർ ഫൂത്തി തങ്ങൾ. അവർ തിജാനിയാണ്. അഹമ്മദ് തിജാൻ തങ്ങളുടെ പിൽക്കാലത്തെ ഖുലഫാക്കളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമർ ഫൂത്തി തങ്ങൾ. ഉമർ ഫൂത്തി തങ്ങൾ എന്ന് പറഞ്ഞാൽ ലോക ചരിത്രമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇതിന് സമാനമായ ഒരാളെ ലോകം പരിചയപ്പെട്ടിട്ട് അത്രയും വലിയ പണ്ഡിതനാണ് ഉമർ ഫൂത്തി തങ്ങൾ. പണ്ഡിതൻ. യൂറോപ്പിനോട് പടവെട്ടിയിട്ട് ഒരു നാടിനെ അദ്ദേഹം യൂറോപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ അവിടെ അധികാരം സ്ഥാപിച്ചു. ഉമർ ഫൂത്തി തങ്ങൾ അവർ യൂറോപ്പിലെ ആഫ്രിക്കയിലെ ഒരു ദേശത്ത് നിന്ന് പുറത്താക്കി, യൂറോപ്യന്മാരെ പുറത്താക്കി. എന്നാൽ ആ നാട്ടിൽ പിന്നെ ഭരണം നടത്തി ഉമർ ഫൂത്തി തങ്ങൾ. നീതിയുക്തമായ ഒരു ഭരണം അദ്ദേഹം നടത്തി. വലിയ പണ്ഡിതനാണ്. വലിയ പണ്ഡിതൻ എന്നാൽ മഹാനായ പണ്ഡിതനാണ്. ചരിത്രത്തിൽ പരിചയപ്പെടേണ്ട മഹാപണ്ഡിതന്മാരിൽ ഒരാളാണ് ഉമർ ഫൂത്തി. എങ്ങനെ ഒരാൾക്ക് അതൊക്കെ ലഭിക്കുന്നത്? ബിശമ്മിയ റയ്യൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുഗന്ധത്തെ ആസ്വദിക്കാനാവുക എന്നതാണ്. പിന്നെ അവർക്ക് കിട്ടാത്ത ഒന്നും ഉണ്ടാവില്ല, എല്ലാം കിട്ടും. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് റിളാ ഖാൻ അൽ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി, അവരെ പറ്റി ഒരു പ്രഭാഷണം നടത്തുന്നതിന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നീട് ഇൻഷാ അല്ലാഹ്. അഹ്മദ് റിളാ ഖാൻ ബറേലവി അദ്ദേഹം വല്ലാത്തൊരാളാണ്. ഒരു പകരം വെക്കാനില്ലാത്ത ഒരു ഇന്ത്യയിലെ ഒരു വിജ്ഞാനത്തിൻ്റെ സുൽത്താനാണ് അവർ. അഹ്മദ് റിളാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ ഒരു ആൾ, പിന്നെ ഒരു പണ്ഡിതൻ ഇന്ത്യയിൽ പിന്നെ ഉണ്ടായതായി എൻ്റെ അറിവില്ല. അത്രയും വലിയ മാനാണ് അഹ്മദ് റിളാ ഖാൻ ബറേലവി. അത്രയുമാണ്, ഇത്രയും എന്നാണ് അത്രയും. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇന്ത്യൻ അത്ഭുതം ബഹുമാനപ്പെട്ട മഹാനായ അഹ്മദ് റിളാ ഖാൻ ബറേലവിയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അത്ഭുതമാണ്. എന്താ കാരണം? ഈ 4 ചുമരുകൾക്കുള്ളിൽ ഇടയിൽ വെച്ചാണ് എനിക്ക് വിജ്ഞാനം കിട്ടിയതെന്നാണ് അവർ പറഞ്ഞത്. 2 കൈ കൊണ്ട് ഫത്വ ചോദിക്ക് വന്ന ആളുകൾക്ക് ഫത്വ എഴുതി കൊടുക്കും. ഈ കൈ കൊണ്ട് ഇങ്ങനെ എഴുതും, ഈ കൈ കൊണ്ട് ഇങ്ങനെ എഴുതും. ഒരേ സമയത്ത് 2 ഫത്വ കൊടുക്കും. അറിയാത്തൊരു അറിവില്ല. എന്താ കാരണം? മുസ്തഫ നബി ലയിച്ചതാണ്, ഹബീബ നബി ലയിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദി ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ അൽ ബറേലവി ഇന്ത്യയിലെ ഒരു അത്ഭുതമാണ്. എന്താ കാരണം? ഹബീബ റസൂലുള്ളാഹി ലയിച്ചത്. അപ്പം വിജ്ഞാനം ശരിയാകണമെങ്കിൽ നബിയിലേക്കണം. കാരണം യഥാർത്ഥ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാന സ്രോതസ് നബിയാണ്. എല്ലാ വിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാന വിജ്ഞാനം ലോഹിൽ വിജ്ഞാനം ഉണ്ടായത് റസൂലുള്ളാഹി വഴിയാണ് എന്നൊരു വരി ഇതിലുണ്ട്. അത് സത്യമാണ്. എന്തുകൊണ്ട്? ലോഹിൽ ഖൽഖാണല്ലോ. ആണോ? അല്ലേ? ലോഹ് പഠിച്ചവനാണോ? ലോഹ് പഠിച്ചവനാണോ? അല്ലേ? അതാദ്യം പറയാം. നിങ്ങൾ വിഡ്ഢികളെ കൂട്ടത്തിൽ കൂടാൻ നേർച്ചയാക്കിക്കണമെങ്കിൽ പിന്നെ അങ്ങോട്ട് വരരുത്. ഇത് വിഡ്ഢികൾക്കുള്ള ക്ലാസ്സല്ല, ഇത് ബുദ്ധിയുള്ള ക്ലാസ്. വിഡ്ഢികളങ്ങനെ നേർച്ചയാക്കിയ കുറച്ച് വിഡ്ഢികൾ ഈ നാട്ടിലുണ്ട്. ആ കൂട്ടത്തിൽ ഇന്നെ കൂട്ടരുത്. എൻ്റെ ക്ലാസ്സിന് വരുമ്പോൾ 100 വട്ടം ആലോചിക്കണം. ഇത് ഇന്ന് പല ആളുകൾക്കും ഒരു ശിർക്ക് പോലത്തെ വാക്കാം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ് ലോഹിന് വിജ്ഞാനം കിട്ടിയത്. അതെങ്ങനെ ശിർക്കും കുഫ്റുമാവുക? എന്തുകൊണ്ട്? ലോഹ എന്നത് അള്ളാഹിൻ്റെ സൃഷ്ടിയാണോ അതല്ല അള്ളയാണോ? സൃഷ്ടിയാണ്. ശരി, സൃഷ്ടികൾക്കെല്ലാം കിട്ടിയ റഹ്മത്തിൻ്റെ മാധ്യമം ഹബീബ നബിയാണ്. ഖുർആനിലില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അപ്പോൾ ലോഹ സൃഷ്ടിയാണെങ്കിൽ അതിന് ഇൽമാകുന്ന റഹ്മത്ത്, ഏത് റഹ്മത്തും, അത് ഇൽമായാലും വേണ്ടില്ല, അതെന്തായാലും വേണ്ടില്ല, അത് ഗിനായാൽ വേണ്ടില്ല, അതെന്ത് റഹ്മത്തിൻ്റെയും മധ്യവർത്തിയാക്കിയതാണ് ആര്? റസൂൽ. എന്ന് എവിടെയുണ്ട്? ഖുർആനിലില്ല. അപ്പം ഈ നബി സല്ലല്ലാഹു, അപ്പം ലോഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനങ്ങൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരാൾ വഴിയായും ആ ആളുടെ അനുയായികൾക്കും അതുവഴി അമ്പിയാക്കന്മാർക്കും വിജ്ഞാനം കിട്ടണമെന്ന അള്ളാഹുവിൻ്റെ അസലിയായ തീരുമാനം.
അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിജ്ഞാനത്തിൽ ലൗഹിൽ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ് വായിക്കാനല്ലല്ലോ. തിരിഞ്ഞില്ല. അള്ളാഹ് ഇതൊക്കെ എഴുതി വെച്ചത് അള്ളാഹ് പിന്നെ മറന്നുപോകും എന്നതുകൊണ്ടാണ്. പറയും മനുഷ്യന്മാരെ, അല്ല തീരുമാനം പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹിൽ വിജ്ഞാനം എഴുതി വെച്ചത് നമ്മളിപ്പോൾ കഴിഞ്ഞ പാഠങ്ങൾ നമ്മൾ ബുക്കിൽ എഴുതി വെക്കും. എന്തുകൊണ്ട്? മറന്നുപോകും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹിൽ വിജ്ഞാനം എഴുതി വെച്ചത് അള്ളാഹു മറന്നു പോകുമെന്നത് കൊണ്ടാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. എന്തുകൊണ്ട്? ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ. അവന് മറവിയുമില്ല, അവന് ഉറക്കവുമില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? മനസ്സിലാണ്ട് പറഞ്ഞത്? ലാ സുബ്ഹാന മൻ ലാ യനാമു വലാ യൻസ. സുബ്ഹാന മൻ, ഒരുത്തൻ ഏറെ പരിശുദ്ധനാണ്. ലാ യനാമു, അവൻ ഉറങ്ങുകയില്ല. വലാ യൻസ, അവനോട്ട് മറക്കുകയുമില്ല. സുബ്ഹാന മൻ ലാ യനാമു വലാ യൻസ. ഇതൊരു ദിക്റ. സുബ്ഹാന മൻ ലാ യനാമു വലാ യൻസ. സുബ്ഹാന മൻ, ഒരുത്തൻ ഏറെ പരിശുദ്ധനാണ്. ലാ യനാമു, അവൻ ഉറങ്ങൂല. വലാ യൻസ, അവൻ മറക്കൂല. കയറിയിരിക്കി, കയറിയിരിക്കി, കയറിയിരിക്കി. വളരെ ചിന്തിക്കണം. ഒരു വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയോടുകൂടി ചിന്തിച്ച് എടുക്കണം. ബുദ്ധിയിൽ നിന്നെടുക്കണം, ബുദ്ധിയിൽ കയറ്റി വെക്കണം. അല്ലാതെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന SSLC +1 +2 വിദ്യാർത്ഥികളെ പോലെ ആകരുത്. അവർക്ക് ബുദ്ധിയുടെ ആവശ്യമില്ല, അവർക്ക് ഹിഫ്ള് തന്നെ ആവശ്യമുള്ളൂ. മനസ്സിലായില്ല? അവരൊരു കാര്യം പഠിച്ചു വെക്കുന്നു, പരീക്ഷ എഴുതുന്നു, പിന്നെ മറക്കുന്നു. അങ്ങനെ വിജ്ഞാനത്തെ സ്വീകരിക്കരുത്. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന വിജ്ഞാനങ്ങളല്ല. പരീക്ഷയ്ക്ക് വേണ്ടി ഒരു വിജ്ഞാനത്തെ പഠിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് അപ്പുറം അതുകൊണ്ട് നമുക്കൊരു ഉപയോഗമില്ല. ഇതങ്ങനെയല്ല. ഒരു വിജ്ഞാനത്തെ ബുദ്ധി കൊണ്ട് സ്വീകരിച്ചിട്ട് ബുദ്ധി കൊണ്ട് കയറ്റി വെക്കണം. അപ്പം നമ്മൾ 100 വട്ടം അത് ആലോചിക്കണം. അള്ളാഹു തആല എന്തിനാണ് ലൗഹിൽ എഴുതി വെച്ചത്? ലൗഹിൽ എന്തിന്? ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു ലൗഹിൽ എഴുതിച്ചിട്ടുണ്ട്. എന്തിന്? അതെന്തിനാണ് അള്ളാഹു എഴുതി വെക്കണം? അവനാരാണ്? സുബ്ഹാന മൻ ലാ യനാമു വലാ യൻസ. അവന് ഉറക്കവുമില്ല, മറവിയുമില്ല. പിന്നെ അവൻ എന്തിനാ എഴുതി വെക്കണം? ലിൻദിഫാഇൽ ഖലായിഖ്, സൃഷ്ടികളുടെ ഉപകാരത്തിന് വേണ്ടിയാണ്. ആർക്ക് വേണ്ടിയല്ല? അള്ളാഹ്ക്ക് വേണ്ടിയില്ല. അള്ളാഹ്ക്ക് ഒരു ഉപകാരമില്ല. കാരണം ലാ യനാമു വലാ യൻസ, ഉറങ്ങുകയുമില്ല, മറവിയുമില്ല. മറവില്ലാത്തവൻ എന്തിനാണ് ലൗഹിൽ എഴുതിക്കുന്നത്? ഇപ്പം ഇവിടെ തന്നെ അവരൊക്കെ ബുക്കും ഉണ്ടാവും, എഴുതി വെക്കും. എന്തിനാ എഴുതി വെക്കണം? മറക്കും. മറക്കുന്നതുകൊണ്ടാണ് എഴുതി വെക്കണം. മനസ്സിലാണ്ടോ പറഞ്ഞത്? ചിന്തിക്ക്. അള്ളാഹു ആകട്ടെ ലൗഹിൽ എഴുതേണ്ട ഒരാവശ്യം അള്ളാഹു തലാക്കില്ല. ലൗഹിൽ എഴുതേണ്ട ഒരാവശ്യം അള്ളാഹു സുബ്ഹാനഹു തലാക്കില്ല. എന്തുകൊണ്ട്? അവന് മറവിയില്ല. പിന്നെന്തിനാ ആർക്കോ ചെയ്തിട്ടുണ്ടാകുക? സൃഷ്ടികൾക്ക് പിൽക്കാലഘട്ടത്തിൽ ഉപകാരം സിദ്ധിക്കാൻ. സൃഷ്ടികളുടെ എല്ലാ ഉപകാരത്തിൻ്റെയും അടിസ്ഥാന സ്രോതസ്സാര നബിയാണെന്ന് ഖുർആനിലുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലത്തോലെ ചിന്തിക്കണം. അപ്പോൾ വബിഹി ഇൽമുൽ ലൗഹി, നബിയെ കൊണ്ടാണ് ലൗഹിൽ വിജ്ഞാനം കയറ്റപ്പെട്ടിട്ടുള്ളത്. മനസ്സിലാക്കുന്നിടത്തൊക്കെ വലിയ വലിയ തെറ്റ് പറ്റിപ്പോയി. അത് ഈ അടുത്ത കാലത്താണ് ഈ തെറ്റ് പറ്റിയത്. ആ തെറ്റാണ് സത്യത്തിൽ നമ്മളെ പുറകോട്ട് കൊണ്ടുപോയത്. ഒരു കാര്യത്തെ യഥാർത്ഥ വിജ്ഞാനം യഥാർത്ഥമാകുമ്പോൾ അതിനൊരു ഊർജ്ജമുണ്ട്. ഒരു വിജ്ഞാനം യഥാർത്ഥമാകുമ്പോൾ അതിന് ഊർജ്ജമുണ്ട്. ഒരു വിജ്ഞാനം അയാഥാർത്ഥ്യമാകുമ്പോൾ അതിനുള്ളത് അവസരോചിത ലാഭം മാത്രമാണ്. അതൊന്നും നിലനിൽക്കില്ല. ഒരു വിജ്ഞാനം സത്യമാണെങ്കിൽ അതിനൊരു ഊർജ്ജം ഉണ്ടാവും, അത് നിലനിൽക്കും. ഒരു വിജ്ഞാനം എന്നുള്ളത് അയാഥാർത്ഥ്യമാകുമ്പോൾ അയാഥാർത്ഥ്യത്തെയും ജനങ്ങൾ വിജ്ഞാനം എന്ന നിലയിൽ സ്വീകരിക്കും. അതിന് സ്വയം കഴിവൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന് അവസരോചിത ലാഭങ്ങൾ ഉണ്ടാവും. അവസര ലാഭങ്ങൾ, അവസര താല്പര്യങ്ങൾ ഉണ്ടാകും. അതിന് ശക്തി ഉണ്ടാവില്ല. അപ്പം എല്ലാ അടിസ്ഥാന വിജ്ഞാനങ്ങളും
ഒരു മനുഷ്യൻ ലഭിക്കുന്നത് നബിയിൽ നിന്നാണ്. അതിന് നബിയെ ഒരാൾ ഉള്ളിലേക്ക് കയറ്റി, ബിറയ്യൽ മുസ്തഫ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധത്തെ ഞാൻ ഉള്ളിൽ കയറ്റിയപ്പോൾ എല്ലാ ആരിഫ്യങ്ങളുടെ വിജ്ഞാനവും എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിജ്ഞാനത്തിൻ്റെ സ്രോതസ്. എല്ലാത്തിനും സ്രോതസ് നബിയാണ്. അത് നമ്മൾ പഠിക്കണം. അല്ലാന്ന് ഒരു നിസ്കാരമല്ല, നോമ്പുമല്ല, അതൊക്കെ വെറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആളെ മാറ്റിവെച്ചാൽ അതിന് ഒരു രോമത്തിൻ്റെ വിലയില്ല. മനസ്സിലാക്കണം, നിങ്ങൾ ചിന്തിക്കണം. നബി എന്ന ആളെ മാറ്റിവെച്ചാൽ നിസ്കാരത്തിന് രോമക്കുത്തിൻ്റെ വില ഉണ്ടാവില്ല. ഒരു രോമക്കുത്തിൻ്റെ വില അതിനില്ല. നിസ്കാരം കാരണം നിസ്കാരം എന്തിടും? നിസ്കാരം എന്താ? ഫുറുഇയാത്ത്. നബിയോ അസ്ലുൽ ഉസൂലിയാത്ത്. ഉസൂലിയാത്തിൻ്റെ അസലാണ് നബി. അടിസ്ഥാന കാര്യങ്ങളുടെ അടിസ്ഥാനമാണ് എന്ത്? നബി. നിസ്കാരം ശാഖാപരമായ കാര്യമാണ്, എന്തേ അല്ല, അടിസ്ഥാന കാര്യമല്ല. അത് മിനൽ ഫുറുഇയാത്ത്. അൽ അഅ്മാലു കുല്ലുഹാ മിനൽ ഫുറുഇയാത്ത്. എല്ലാ അമലുകളും ശാഖാപരമാണ്. എല്ലാ അമലുകളും ശാഖാപരമാണ്, എന്തല്ല അടിസ്ഥാനം. അതുകൊണ്ടാണ് നേരെ ചൊവ്വേ ജീവിച്ച് മധ്യമായ അമൽ ചെയ്തോളി എന്ന് പുണ്യ റസൂൽ. സദ്ദിദു വഖാരിബു, നിങ്ങൾ നേരെ ചൊവ്വേ ജീവിക്കുക, ഒരു മധ്യമായ അമൽ ചെയ്താൽ മതി എന്ന് പുണ്യ റസൂൽ. ഫഇന്നഹു, അങ്ങനെ ഞാൻ പറയാൻ കാരണം പുണ്യ റസൂൽ പറയാം, ഇത് സഹീഹായ കിതാബുകൾ മുഴുവൻ കിടക്കുന്ന ഹദീസാണ്. ഈ വിഷയത്തിൽ ഒരു സുന്നി മുജാഹിദോ ഒരു തർക്കമോ ഇല്ല. സദ്ദിദു, നിങ്ങൾ നേരെ ചൊവ്വേ ജീവിക്കുക, വഖാരിബു, ഒരു മധ്യമായ അമൽ ചെയ്യുക. മധ്യമായ അമൽ ചെയ്യുക, കൂട്ടും വേണ്ട കുറുക്കും വേണ്ട. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. നിങ്ങളെ കഴിവിനപ്പുറം നിങ്ങൾ കൂട്ടണ്ട, കഴിവുകൾ ഒഴിവാക്കും വേണ്ട. പക്ഷെ സദ്ദിദു, നിങ്ങൾ നേരെ ചൊവ്വേ ജീവിക്കണം. വഖാരിബു, നിങ്ങൾ മധ്യമായ ഒരു മധ്യമായ അമൽ ചെയ്യണം. ഫഇന്നഹു, എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം ലൻ യൻജുവ അഹദുക്കും ബിഅമലിഹി, ഒരാളും അമൽ കൊണ്ട് രക്ഷപ്പെടാനേ പോകുന്നില്ല. പുണ്യ റസൂൽ. നിസ്കാരം ഉണ്ടായിട്ട് രക്ഷപ്പെടില്ല, നോമ്പുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല, ഹജ്ജ് ചെയ്തിട്ട് രക്ഷപ്പെടില്ല. ഫഇന്നഹു, ഞാൻ അങ്ങനെ പറയാൻ കാരണം ലൻ യൻജുവ, ലാ യൻജു എന്നല്ല, ലൻ യൻജുവ, ലായും ലെന്നും തമ്മിൽ നിഷേധത്തിലുള്ള വ്യത്യാസം എന്താ? ലാ സാന്ദർഭിക നിഷേധമാണ്. ലൻ ഒരിക്കലും എന്ന അർത്ഥത്തിലായിരിക്കും നിഷേധം. അതായത് ഫ്യൂച്ചറിൽ പൂർണ്ണമായ നിഷേധം വരുമ്പോൾ മാത്രമേ ലെൻ ഉപയോഗിക്കുള്ളൂ. ലാ അങ്ങനെയല്ല. ലാ സാന്ദർഭിക നിഷേധ, ലെൻ പൂർണ്ണമായ നിഷേധ. അപ്പോൾ ലഞ്ഞുവ, ലഞ്ഞുവ, രക്ഷപ്പെടുകയേയില്ല അഹദുക്കും, ഒരാളും ബി അമലിഹി, അവൻ്റെ അമലുണ്ട്. ഒരാൾ അമലോട് രക്ഷപ്പെടുന്നു. എന്തുകൊണ്ട്? അമൽ എന്തല്ല? അടിസ്ഥാനമല്ല. നിസ്കാരം അടിസ്ഥാന കാര്യമല്ല. മാപ്പിളാരിപ്പം മാറി. മാപ്പിളാർക്ക് ഇപ്പോൾ അടിസ്ഥാന കാര്യം നിസ്കാരം. ഞാനീ പറഞ്ഞ മനസ്സിലാക്കണം, ചിന്തിക്കണം. നിസ്കാരം ഒന്നല്ല, നയല്ലാണ്. എന്തുണ്ടെങ്കിൽ അടിസ്ഥാനം ക്ലിയർ ഉണ്ടെങ്കിൽ. എൻ്റെ കയ്യിലിടെ ഒരു സഞ്ചി ഉണ്ടെങ്കിൽ കിട്ടിയതൊക്കെ വാരിയിടാം. പക്ഷെ ആ സഞ്ചി ഭദ്രമായ സഞ്ചിയാകണം. അപ്പോൾ എന്ത് വാരിട്ടാലും അതതിൽ ഉണ്ടാവും. നിന്റെ കയ്യിലൊരു സഞ്ചി ഇല്ലെങ്കിൽ ഈ കയ്യിനപ്പുറം നിനക്ക് ഒന്നും എടുക്കാൻ കഴിയില്ല. 2, സഞ്ചി ഉണ്ട് പക്ഷെ എൻ്റെ മൂട് ഭദ്രമല്ലെങ്കിൽ അതിലൊന്നും വിശ്വസിച്ച് ഇടും വേണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ അടിസ്ഥാന വിശ്വാസം, ഈ വിശ്വാസം ഉണ്ടെങ്കിൽ 1 റക്അത്ത് സ്കെച്ചാലും അവിടെ ഉണ്ടാവും, 2 റക്അത്ത് സ്കെച്ചാലും അവിടെ ഉണ്ടാവും.
തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലെങ്കിലും അവിടെ തന്നെ ഉണ്ടാവും, നിസ്കരിച്ചാലും അവിടെ ഉണ്ടാവും. നിസ്കരിച്ചില്ല, ഉറങ്ങി, ഉറങ്ങൽ ഇബാദത്തല്ലേ? ആർക്ക് ഇബാദത്താണ്? അടിസ്ഥാനമുള്ളവന് ഇബാദത്താണ്, അടിസ്ഥാനം ഇല്ലാത്തവന് രസമാണ്, അടിസ്ഥാനമുള്ളവന് ഇബാദത്താണ്. എന്തേ ഉറങ്ങിക്കൂടെ? ഉറങ്ങാൻ ഉറങ്ങൽ ഹറാമാണോ? അല്ല, നിങ്ങൾ എന്തിനാ രാവിലെ വന്ന്? നിങ്ങൾ ഇത്തല്ല, എന്തിനാ ഇത്തല്ല? നിങ്ങൾ ഈ വെട്ടിക്കളെ കളി നിർത്തിയിട്ട് മനുഷ്യന്മാർ എങ്ങനെ ഇവിടെ സ്വാലയങ്ങൾ ജീവിച്ച് അതൊന്ന് പഠിക്കും. അടിസ്ഥാനമല്ലാത്തതിന് അടിസ്ഥാനമാക്കരുത്. നിങ്ങൾ നല്ലോണം ചിന്തിക്കുക. എടാ, അടിസ്ഥാന കാര്യമേ അല്ല നിസ്കാരം. അമലിയാത്തൊന്നും അടിസ്ഥാനമല്ല എന്നാര് പറഞ്ഞു? മുത്തുനബി പറഞ്ഞു. അതിൻ്റെ അല്ലാതെ ഇനി ഏത് ബാപ്പേവിന് വേറെ പറയാനുള്ളത്? നബി പറഞ്ഞു അടിസ്ഥാനമല്ല അത്. അടിസ്ഥാനം ഉസൂലിയാത്താണ്. അത് അള്ളാഹു റസൂലുമാണ്. അത് ആദം നബിക്കും അള്ളാഹു റസൂലുമാണ്. ആദം നബിക്കും മനസ്സിലായില്ല. മാ ആമന നബിയുൻ ഇല്ലാ ബി ഈമാനി മുഹമ്മദിൻ. മുഹമ്മദ് എന്നൊരാളെ വിശ്വസിക്കാതെ ഒരു നബിയും മുഅ്മിനായിട്ടില്ല. അപ്പോൾ അസ്ലുൽ ഉസൂലാണ്, അസ്ലുൽ ഉസൂലിയാത്താണ്. എല്ലാ അടിസ്ഥാനങ്ങളെയും അടിസ്ഥാനമാണ് ആര്? റസൂലുള്ളാഹ്. മാ ആമന, മനസ്സിലായില്ല? മൂസ വ ഈസ, ലൗ അന്ന മൂസ വ ഈസ ലൗ കാന ഹയ്യൈനി ലമാ വസിഅഹുമാ ഇല്ല ഇത്തിബാഇ വഇല്ലാ ലഅകബ്ബഹുമാ അല്ലാഹു ഫിന്നാർ. മൂസാ നബിയെയും ഈസാ നബിയെയും മദ്ഹ് പറഞ്ഞുകൊണ്ട് ഒരു സംഘം സ്വഹാബികൾ ഇരിക്കുന്ന വേളയിൽ പുണ്യ റസൂൽ പറഞ്ഞു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാണ്, രണ്ടാളും പറഞ്ഞൊക്കെ ശരിയാണ്, നല്ല ആളുകളാണ്. അപ്പോൾ ചോദിച്ചു, അതഅരിഫൂനനി മൻ അന, ഞാനാരാ നിങ്ങൾക്കറിയാം? അതുമുള്ള അറിയാം. മൂസ വലിയാളാ അലൈഹിസ്സലാം, ഈസ വലിയാളാ അലൈഹിസ്സലാം, ശരി. പക്ഷേ അതഅരിഫൂനനി മൻ അന, ഞാനാരാ നിങ്ങൾക്കറിയാം? ലൗ കാന ഹയ്യൈനി, ലൗ കാന ഹയ്യൈനി, നിങ്ങളീ പറയുന്ന മൂസായും ഈസായും ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ലമാ വസിഅഹുമാ ഇല്ല ഇത്തിബാഇ, എൻ്റെ പിന്നാലെ നടക്കുകയല്ലാത്ത ഒരു സാധ്യതയും അവർക്ക് അല്ലാഹുവിലേക്കില്ല. ഇല്ല, എൻ്റെ പിന്നാലെ നടക്കാൻ അവർ മടി കാണിച്ചാലോ ലഅകബ്ബഹും അല്ലാഹു ഫിന്നാർ, അവരെ രണ്ടാളെയും അല്ലാഹു തആല നരകത്തിലേക്ക് മുഖം കുത്തിയെറിയും. നിങ്ങൾ ഈ പറഞ്ഞ രണ്ടാൾ. അപ്പൊ നബി ആരാ? അസ്ലുൽ ഉസൂൽ, അടിസ്ഥാനങ്ങളുടെയും അടിസ്ഥാനം. നിസ്കാരം ആരും രക്ഷപ്പെടുത്താത്തൊരു സാധനം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആരും രക്ഷപ്പെടുത്താത്തൊരു സാധനം, ആരും രക്ഷപ്പെടുത്താത്തൊരു സാധനമാണ് എന്ത്? നിസ്കാരം. മണ്ണര ഉണ്ടെങ്കിൽ എനിക്ക് മീൻ പിടിക്കാം. മണ്ണര 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 മണ്ണിലിങ്ങനെ പഴയ കാലത്ത് നമ്മളൊക്കെ മണ്ണര എന്ന് മനസ്സിലായോ കുട്ടികളെ? നിങ്ങൾ യൂട്യൂബ് കണ്ടിട്ടുണ്ടാവില്ലേ? മണ്ണര പഴയ കാലത്ത് ചെളി നമ്മൾ മഴക്കാലത്തൊക്കെ ഒരു കട്ട ഇങ്ങനെ പൊന്തിച്ചോ അങ്ങോട്ട് വരും പുറത്തേക്ക്. മണ്ണരയുണ്ടെങ്കിൽ നിനക്ക് മീൻ പിടിക്കാം. പക്ഷെ നിൻ്റെ കയ്യിലെന്ത് വേണം? ചൂണ്ട വേണം. ഇല്ലെങ്കിൽ മണ്ണരയിൽ നിന്ന് മീൻ പോവും. പറഞ്ഞാൽ മനസ്സിലായോ? ചൂണ്ടയാണ് അസില്, മണ്ണര അസിലല്ല. മണ്ണരല്ല, ഒരു പൂള കണ്ടം കിട്ടിയാൽ മതി. ഒരു പൂള എത്ര പോകുന്ന ഒരു പൂളയുടെ ചെറിയൊരു കഷ്ണം ചൂണ്ടന് മേലെ കൊളുത്തിയാലും എന്ത് കിട്ടും? അപ്പം മീൻ അസിലല്ല, മണ്ണര അസിലല്ല. അസിലെന്താ? ചൂണ്ടയാണ്. ചൂണ്ടൻ കൂർക്കണതാണ് ഏര. ചൂണ്ട ചോർത്താലേ അത് നിനക്ക് വേട്ടക്ക് ഉപകരണമാവുള്ളൂ. മറ്റേ മീൻ തിന്നു പോകും. ഒന്നുമില്ലെങ്കിൽ തലേന്ന് കഴിച്ച ബാക്കി കോഴി പാർട്സ് ചൂണ്ടൻ്റെ മേലെ കയറ്റിയാലും എന്ത് കിട്ടും? മീൻ കിട്ടും. എന്തുകൊണ്ട്? നിൻ്റെ കയ്യിൽ എന്തുണ്ട്?
ചൂണ്ടുണ്ട്, മറ്റിൻ്റെ കണക്കേ ഇല്ല. എൻ്റെ കയ്യിൽ ചൂണ്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിടിച്ച് ഇങ്ങനെ കുറേ നേരം വെള്ളത്തിൽ നിന്നു, ഒന്നും നിനക്കില്ല. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു എന്തോ ഒരു വേസ്റ്റ് സാധനം വന്നിട്ട് ഈ ചൂണ്ടമ്മിൽ അടിഞ്ഞു. അപ്പോൾ ഈ പിന്നെ അവിടെ പിടിച്ചു നിന്നു. ഇനി ആ വേസ്റ്റിനെ തിന്നാൻ ആര് വരും? മീൻ വരും. അപ്പോഴെങ്കിൽ മീൻ പിടിക്കാം. ചൂണ്ടുള്ളവന് ഇനി മണ്ണരനെ തന്നെ നിർബന്ധമായും പ്രാപിക്കേണ്ട ബാധ്യതയൊന്നും അവൻ എന്തുണ്ടായാൽ മതി? ചൂണ്ടുണ്ടായാൽ മതി. ചൂണ്ടല്ലാതെ മണ്ണരുണ്ടായിട്ട് കാര്യമില്ല. അസലില്ലാതെ നബിയില്ലാതെ നിസ്കാരം ഉണ്ടായിട്ട് കാര്യമില്ല. നിസ്കാരമില്ലാതെ നബിൻ്റെ ഒരു കാര്യമുണ്ട്. നല്ല വരിയാണ്. ഒരാൾക്ക് നിസ്കാരമില്ല, ഉണ്ടായില്ല. ഞാൻ നിസ്കരിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കല്ല, എന്നാലും അങ്ങനെ ഒരു അസല് പറയാം. ഒരാൾക്ക് നിസ്കാരം ഉണ്ടായില്ല, ആരുണ്ട്? റസൂൽ ഇല്ല എന്നതിനെ ഇനി സങ്കല്പിക്കാൻ പറ്റൂല. നിസ്കാരമില്ലാത്തതിന് ഉദാഹരണങ്ങൾ 100 ഉണ്ട്. ഒരാൾ മടിയനായി നിസ്കരിച്ചില്ല. നിസ്കരിക്കാതിരിക്കാൻ പറയാല്ല കേട്ടോ. ഒരാൾ മടിയൻ, അയാൾ എന്ത് ചെയ്തില്ല? നിസ്കരിച്ചില്ല. അയാൾക്ക് അള്ളാഹുവിൽ ബലിഷ്ഠമായ വിശ്വാസമുണ്ട്, മുത്തുനബിയിലും ബലിഷ്ഠമായ വിശ്വാസമുണ്ട്, വിശ്വാസ കാര്യങ്ങളെല്ലാം അയാൾക്കുണ്ട്. പക്ഷെ അയാൾക്ക് മടിയനായതുകൊണ്ട് നിസ്കരിച്ചില്ല. ഇനി എന്താ അയാളെ മദ്ഹബ് എന്ന് പറയും? ഇനി അയാളെ പരലോകത്തെ അവസ്ഥ എന്ന് പറയും? അസല്ലാഹു അൻ യഗ്ഫിറ ലഹു, ഒരു പക്ഷേ അയാൾക്ക് അല്ലാഹു തആല പുറത്തെടുക്കാം. ഇമ്മ അൻ യുഅദ്ദിബ, ചിലപ്പോൾ അയാളെ അല്ലാഹു തആല ശിക്ഷിക്കുകയും ചെയ്തേക്കാം. ലൈസ ബിഅദാബിൽ ഖുൽദി, എന്തല്ല ഖാലിദായ ശിക്ഷ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ബി ഈമാനിഹി ബില്ലാഹി തആല ബി റസൂലിഹി, അല്ലാഹു റസൂലിനെ ആളെ എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചിട്ട്. അല്ലാഹു റസൂലിനാണ് കഴിഞ്ഞ്, ഇനി വേറെ ഒന്നും വേണ്ട. എന്താ ഈ റസൂൽ വിശ്വാസം? റസൂൽ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കലാണ് റസൂലിൻ്റെ വിശ്വാസം. തിരിഞ്ഞിട്ടില്ല. റസൂൽ കൊണ്ടുവന്നതെല്ലാം സത്യമാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ, ഇനി അവിടെ ഖുർആനിൽ വിശ്വസിക്കേണ്ട മൂല്യരെ, ഇങ്ങനെ ഇത് കേട്ട വേറൊരുത്തൻ ചോദിക്കും, അപ്പം ഖുർആനിലൊന്നും വിശ്വസിക്കേണ്ട മൂല്യരെ? അങ്ങനെ കുറേ അന്തല്ലാത്തവർ ഇനി ഇതിൻ്റെ താഴെ ചോദിക്കും. എല്ലാം ഇതിൽ പെട്ടല്ലോ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതിൻ്റെ ഉള്ളിൽ പെട്ടല്ലോ എല്ലാം. അത് അടിസ്ഥാന വിശ്വാസം. നിർവഹിക്കലും നിർവഹിക്കാതിരിക്കലും രണ്ടാം കാര്യമാണ്. നിർവഹിച്ചാൽ മനസ്സിലായോ, അവൻ പെർഫെക്റ്റാണ്. ഇതവൻ അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും അവൻ സമ്പൂർണ്ണമായി തള്ളപ്പെടുന്നവനും അല്ല. അവനെ അള്ളാഹ്ക്ക് ശിക്ഷിച്ചൂടെ? ശിക്ഷിക്കും. എത്ര കാലം? അദാബുൽ ഖുൽദ് ഉണ്ടാവുന്നല്ല. നെക്സ്റ്റ് ഇനി തിരിച്ചാളി തിരിക്കി. ഒരാൾക്ക് എല്ലാ അമലും ഉണ്ട്, പക്ഷെ അള്ളാഹു റസൂലും വിശ്വാസമില്ല എങ്കിൽ അവൻ അദാബുൽ ഖുൽദാണ്. മഗ്ഫിറത്തുള്ള പ്രശ്നവുമില്ല, അവന് പുറത്തു കൊടുക്കുന്ന പ്രശ്നം തന്നെ ഇല്ല. എന്തുകൊണ്ട്? നമ്മൾക്ക് കിട്ടിയ നിയമങ്ങളായി പറയണത്. ഇതിൻ്റെ അപ്പുറമൊക്കെ അള്ളാഹുത്തിലൊക്കെ ചെയ്യാതിരിക്കാം. നമുക്ക് തന്ന പുസ്തകത്തിലെ നിയമങ്ങളപ്പോൾ പറഞ്ഞത്. നിയമപുസ്തകത്തിൻ്റെ നമുക്ക് തന്നതനുസരിച്ച് ഈ മനുഷ്യന് പള്ള നിറച്ച് അമലുണ്ട് എങ്കിൽ ആ അമല് അഅ്മാലുഹു കറമാദിൻ ഇഷ്തതത് ബിഹി റിഹു ഫീ യൗമിൻ ആസിഫ്. ഏതാ സൂറത്ത് മോനെ? നൂറ എടുക്ക്. ഈമാൻ ഇല്ലാത്തവൻ്റെ പേർക്ക്, ഈമാൻ ഇല്ലാത്തവൻ്റെ അമലുകൾക്ക് റമാദിൻ വെണ്ണീർ പോലെയാണ്. അവന് വിശ്വാസ കാര്യങ്ങളിൽ ഇല്ല. എന്തുണ്ട്? പറ, എന്തുണ്ട്? പറ കുട്ടി, എന്തുണ്ട്? ഉസൂലിയാത്തിൽ ബലമില്ല. ഇന്നത്തെ നമ്മളവസ്ഥ പോലെ. ഇന്നിപ്പോൾ നമുക്ക് അള്ളാഹ് ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, നിസ്കാരമുണ്ട്. ഇന്ന് നമ്മളെ പൊതുരീതി നബിയിൽ ഒരു നമുക്ക് മനസ്സിലായൊരു നബി, അതിനപ്പുറത്തേക്ക് നബിയില്ല.
നമുക്ക് മനസ്സിലായി നബിയിലെ ഒരു പൂർണ്ണത ഇന്ന് വലിയൊരു ശതമാനം മുസ്ലിങ്ങൾക്കും ഇല്ല. എന്താണ് നബി? നമ്മൾക്ക് ഒരിക്കലും ചെന്നെത്താനോ ചിന്തിച്ച് പൂർത്തിയാക്കാനോ കഴിയാത്ത ഒരു നബി. സിദ്ദീഖുൽ അക്ബറിനെ പോലും കണ്ടെത്താൻ കഴിയാത്ത നബി ഇബ്രാഹിം. ഓക്കെ, ആയിക്കോട്ടെ. കഫറു ബിഹി റബ്ബിഹിം, ഈമാൻ ഇല്ലാത്തവരുടെ റബ്ബിനെ കുറിച്ചുള്ള ഈമാന്, സത്യവിശ്വാസം, ഉസൂലിയാത്ത് ഇല്ലാത്തവരുടെ ഉദാഹരണം അഅ്മാലുഹും, അവരുടെ കർമ്മങ്ങളെല്ലാം, അവരെന്ത് കർമ്മം ചെയ്താലും എല്ലാം കർമാദ്യം വെണ്ണീർ പോലെയാണത്. ഇഷ്ടത്തത്ത് ബിഹി, ആ വെണ്ണീറിനെ പിടികൂടി അരിയഹു, കാറ്റ്, ഫിയോമിൻ ആസിഫിൻ, കൊടുങ്കാറ്റിൻ്റെ നാളിൽ. കൊടുങ്കാറ്റിൻ്റെ നാളിൽ മനസ്സിലായില്ല നിങ്ങൾ? ഉസൂലിയാത്ത്, അള്ളാഹ് റസൂൽ എന്ന അടിസ്ഥാന വിശ്വാസം, അള്ളാഹ് പിന്നെ റസൂൽ കൊണ്ടുവന്നതെല്ലാം, ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാന അഖീദ, ചെയ്യലും ചെയ്യാതിരിക്കലും അല്ല. നബി കൊണ്ടുവന്നാൽ നിനക്ക് ഉറപ്പാണ്. നിസ്കാരം ഇല്ല എന്നൊരാൾ പറഞ്ഞാലോ നീ എണീറ്റിട്ട് അപ്പടെ അടിക്കും. അതേസമയത്ത് വക്കത്ത് നിസ്കരിച്ചിട്ടുണ്ടാവില്ല, തിരിഞ്ഞിട്ടില്ല. നിസ്കാരമൊന്നും മുസ്ലിമിന് വാജിബില്ല എന്ന് പറഞ്ഞാൽ ഈ കള്ളുടിച്ച് കിടക്കണോന്ന് അടി കൊടുക്കും. നോണ പറയലാണ്. എന്താ വിചാരിച്ച് ഓനെങ്ങനെ കിടക്കണത്? ഓൻ എന്തായിട്ട് കിടക്കണത്? നിസ്കരിച്ചിട്ടുള്ള കള്ളുടിച്ച് കിടക്കാം. പക്ഷെ ഇത് ഒരാൾ പറഞ്ഞടിക്കും. എവിടെ പോലെ പ്രശ്നം? ഓന്റെ പ്രശ്നം പറയടൂ. അവൻ എന്തുണ്ട്? ഇന്നെ തന്നെ നോക്കി. എന്തിനട ഇവിടെ ഇന്നെ നോക്കാനല്ലാതെ എന്തിനട ഇവിടെ വരുന്നത് രാവിലെ? ഇന്നെ നോക്കട ചങ്ങായി. ഞാൻ പറഞ്ഞ മനസ്സിലാക്ക്. അതായത് ഒരുത്തൻ നിസ്കാരത്തെ നിഷേധിക്കാം. നിസ്കാരമൊക്കെ വെറുതെ മൂല്യന്മാരിങ്ങനെ പറയാന്നല്ലാതെ അതിലൊന്നും അത്ര ഉറപ്പില്ലാന്ന് ഒരുത്തൻ പറയാം. അപ്പൊ ഈ കള്ളുടിച്ച് കിടക്കണോ ചാട്ടിയിലടിക്കും. എന്തട വിചാരിച്ച്? ചേരുടെ ചേകനൂരും എന്തട വിചാരിച്ച്? അള്ളാഹുള്ള നിസ്കാരത്തെ നിശ്ചയിക്കുക. ഇവനിപ്പോൾ അവിടുന്ന് അതിൻ്റെ ഹാങ് ഓവർ കടഞ്ഞ് എണീക്ക. മനസ്സിലായില്ല? അവൻ ബിസ്കി കുടിച്ചിട്ട് ചത്തമാരി കിടക്കുകയാണ് 10 മണിക്കൂർ. ഓനെ ഇന്നും നിസ്കരിച്ചിട്ടില്ല, ഇന്നലെ നിസ്കരിച്ചിട്ടില്ല, ഞാൻ നിസ്കരിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് വേണമെങ്കിൽ ബാപ്പാനൊപ്പം പള്ളിയൊക്കെ വരുന്നുണ്ടാവും. നിസ്കരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇവൻ എന്തുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതെല്ലാം സത്യമാണ് എന്ന അയാൾക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്, ബോധ്യമുണ്ട്. പിന്നെ എന്തില്ല? അമലില്ല. അത് കസ്ലൻ ഔഷഹുവത്തൻ, മടി, വികാരം. കള്ളിനോടുള്ള വികാരം കൊണ്ടാണ് കള്ളുടിച്ചത്, മടി കൊണ്ടാണ് നിസ്കരിക്കാഞ്ഞ്. പക്ഷെ എന്തുണ്ട്? വിശ്വാസമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരാൾ ഒന്ന് നിസ്കരിച്ചു വരിക. മോനെല്ലാ ജമാഅത്തിനും നിസ്കരിച്ചു വരിക. അപ്പൊ അവിടെ നിരീശ്വരവാദികൾ സംസാരിക്കുന്നുണ്ട്. എന്ത് വെറുതെ പിരാന്തന്മാര്, വെറുതെ നിസ്കാരം, ഇതൊക്കെ വെറുതെ പരിപാടി. ഇതൊന്നും അങ്ങനെ ഒരു പരലോകമില്ല, അങ്ങനെ ഒരു നിസ്കാരമില്ല, അങ്ങനെ ഒരു മീസാനും ഇല്ല. പാച്ച നോണിയും പറഞ്ഞ് മൂല്യന്മാർ തിന്നാൻ വേണ്ടി ഉണ്ടാക്കണം, നിങ്ങളെ പൈസ പറ്റിക്കാൻ വേണ്ടി മൂല്യന്മാർ പറഞ്ഞതിനൊക്കെ നിങ്ങൾ ഭയപ്പെട്ട് നടക്കല്ലേ എന്ന് പറയുമ്പോൾ ഇവനും ഈ ഉള്ളിൻ്റെ ഉള്ളിൽ 90%, 90-10 അല്ലെങ്കിൽ 80-20 ഇവൻ എന്തോടെ പറയും? ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു നേരാകാം, എന്നാലും അവിടെ പോയി കുടുങ്ങണ്ടല്ലോ. മനസ്സിലായില്ല? അഥവാ ഞാൻ അങ്ങനെ പഠിച്ചോനും അള്ളയും മീസാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അവിടെ പോയിട്ട് കുടുങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതാണോ അവൻ്റെ വിശ്വാസം? അപ്പോൾ മറ്റവനും ചിരിച്ച്, ഇവനും ചിരിച്ച്. ഇവൻ അഗ്നോസിസ്റ്റാ, മറ്റവൻ ഏത്തിസ്റ്റാ. അങ്ങനെ രണ്ടാളും വർത്താനം പറഞ്ഞാൽ ചായക്ക് പറയാം. അപ്പോൾ ചായയും കുടിച്ച് രണ്ടാളും ചിരിച്ച് വർത്താനം പറഞ്ഞ് പിരിഞ്ഞ്. എന്താ പോലെ വ്യത്യാസം? ഇവന് പള്ളാർ സംസ്കാരമുണ്ട്, നിസ്കാരത്തായമ്പുണ്ട്, എന്തില്ല? ഉസൂലിയാത്തില്ല. മറ്റോ കള്ളുടിച്ചടക്കുക, പക്ഷെ അവന് അടിസ്ഥാനമുണ്ട്. ഇത്തരം ആളുകൾ നിസ്കാരങ്ങൾ